നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച നിഫ്റ്റി 200 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് അടുത്താണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്നും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരിക്കും മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഒരു 200 ദിവസത്തെ മൂവിംഗ് ആവറേജ് 23,540 റെസിസ്റ്റൻസ് ലെവൽ ഇന്ന് പ്രതീക്ഷിക്കാവുന്നത് 23,450. സപ്പോർട്ട് ലെവൽ ഇന്ന് പ്രതീക്ഷിക്കാവുന്നത് 23,450. റെസിസ്റ്റൻസ് ലെവൽ 23,650. ഈ 23,650 മുകളിലോട്ട് ട്രേഡ് ചെയ്താൽ 23,700, 23,750 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ സപ്പോർട്ട് ലെവൽ തന്നെയായിരിക്കും. സപ്പോർട്ട് ലെവലായ 23,450 താഴോട്ട് പോയാൽ 23,150 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ടത് അമേരിക്കൻ ഫെഡറൽ റിസർവ് അവരുടെ റേറ്റ് കട്ടിൻ്റെ വേഗത കുറയ്ക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. US സെൻട്രൽ ബാങ്ക് അവരുടെ ഇക്കണോമിക് ഗ്രോത്തും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസും ഇൻഫ്ലേഷൻ തുടങ്ങിയവ അവരുടെ ടാർഗറ്റ് പ്രൈസ് 2% അതിന് മുകളിലാണ് ഇപ്പോൾ വരുന്ന ഡേറ്റാസും. അതുപോലെ തന്നെ അമേരിക്കയിൽ ക്യാബിനറ്റ് സെലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. US റീറ്റെയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന US റീറ്റെയിൽ സെയിൽസിൻ്റേത് ഡേറ്റാസ് പ്രതീക്ഷിച്ചതിനെക്കാട്ടി അല്പം മെച്ചപ്പെട്ടതായിരുന്നു. കയറ്റുമതി ഡേറ്റാസ് വ്യാഴാഴ്ച വന്ന കയറ്റുമതി ഡേറ്റാസും മെച്ചപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റാസും. യൂറോപ്യൻ മാർക്കറ്റ് സ്വാഭാവികമായും ഇപ്പോഴും താഴ്ചയിലാണ്. അവരുടെ കമ്പനികളുടെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഫലങ്ങൾ നിരാശപ്പെടുത്തുന്നതായിരുന്നു. അതുപോലെ തന്നെയാണ് US പ്രസിഡൻറ്റ് ഇലക്ഷനെ സംബന്ധിച്ചുള്ള US പ്രസിഡൻറ്റ് ഇലക്ഷനും. അതുപോലെ ഇന്ന് പ്രതീക്ഷിക്കാത്തതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ കോൾ ഡേറ്റാസ് കോൾ സൈഡിൽ 23,600, 23,700 സ്ട്രൈക്ക് റേറ്റാണ് ഏറ്റവും കൂടുതൽ ബൈയിങ് ഉണ്ടായിരുന്നത്. പുട്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 23,500, 23,550. ബുള്ളിഷ് ടെൻഡൻസി കാണിക്കുന്ന സ്റ്റോക്കുകൾ നെറ്റ്വർക്ക് 18, പോളിസി ബസാർ, AGS ലോജിസ്റ്റിക്സ് തുടങ്ങിയ കമ്പനികൾ ബുള്ളിഷ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ബൈയിങ് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത HCL ടെക്നോളജിക്കാണ്.